ജോർജ് കുര്യന്റെ മന്ത്രിസഭാ പ്രവേശനത്തിന് വഴിയൊരുക്കിയത് സുരേഷ് ഗോപിയുടെ വിജയം. തൃശൂരിൽ ക്രൈസ്തവ വോട്ടുകൾ ലഭിച്ചതാണ് വിജയത്തിൽ നിർണായകമായതെന്നാണ് BJP നിഗമനം. കുര്യനെ മന്ത്രിയാക്കി ക്രൈസ്തവ സമൂഹത്തിന്റെ പിന്തുണ നേടാനാണ് BJP ലക്ഷ്യമിടുന്നത്. തൃശൂർ മണ്ഡലത്തിലെ ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലയിൽ നിന്നും സുരേഷ് ഗോപിക്ക് കാര്യമായ വോട്ട് ലഭിച്ചിരുന്നു. ഈ വോട്ടുകൾ വിജയത്തിൽ നിർണായകമായി. ഇതിന്റെ ഉപകാരസ്മരണ എന്ന നിലയിലാണ് ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുമുള്ള ജോർജ് കുര്യൻ കേന്ദ്ര മന്ത്രിസഭയിൽ എത്തുന്നത്. കുര്യനെ മന്ത്രിസഭയിലെത്തിച്ച് ക്രൈസ്തവ ജനവിഭാഗത്തിന്റെ പിന്തുണ ആർജിക്കാനാണ് BJP നീക്കം. ജോർജ് കുര്യൻ മന്ത്രിസഭയിലെത്താൻ സഭാവിശ്വാസവും സഹായകരമായെന്ന് സഹോദരൻ പറയുന്നു. ഒരുപക്ഷെ അവൻ മറ്റേതെങ്കിലും പാർട്ടിയിലായിരുന്നെങ്കിൽ പണ്ട് സ്റ്റേറ്റ് മന്ത്രി എങ്കിലും ആയാണ്. ഇപ്പോൾ ക്രൈസ്തവ ഇപ്പൊ ഇതിനകത്ത് അങ്ങനെയാണല്ലോ കൊടുത്തിരിക്കുന്നത്, ന്യൂനപക്ഷത്തിൻ്റെതാണ്, അതുകൊണ്ടായിരിക്കാം. കേരളത്തിൽ പാർട്ടിക്ക് വേരോട്ടമുണ്ടാക്കാൻ ക്രൈസ്തവ സമൂഹത്തിന്റെ പിന്തുണ വേണമെന്നാണ് BJP കേന്ദ്ര നേതൃത്വം കരുതുന്നത്. സംസ്ഥാന നേതൃത്വവുമായി യാതൊരു കൂടിയാലോചനയും ഇല്ലാതെയാണ് കുര്യനെ മന്ത്രിസഭയിലേക്ക് പരിഗണിച്ചത്. ഈ നീക്കം വലിയ സ്ഥാനങ്ങൾ മോഹിച്ചിരുന്ന സംസ്ഥാന നേതാക്കൾക്കാണ് തിരിച്ചടിയായിരിക്കുന്നത്. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.